നമസ്കാരം സുഹൃത്തുക്കളെ, JP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിശ്വഗുരു, ഉലകം ചുറ്റുന്ന വാലിബൻ എന്ന് അറിയപ്പെടുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് അവകാശപ്പെടുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദി വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട വിനോദമായ വിദേശ ടൂറിലാണ്. ഇത്തവണ അദ്ദേഹം ചെന്നിറങ്ങിയത് എവിടെയാണെന്നോ, വെറും 1,25,000 മാത്രം ജനസംഖ്യയുള്ള സെയ്ഷൽസ് എന്ന ഒരു കൊച്ചു ദ്വീപ് രാഷ്ട്രത്തിൽ. ഇന്ത്യയിലെ ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയുടെ അത്രയും പോലും ജനങ്ങളില്ലാത്ത ഈ രാജ്യത്തേക്ക് വിശ്വഗുരു എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് എഴുന്നള്ളിയത്? ഇന്ത്യയിലെ ദരിദ്രർക്ക് എന്തെങ്കിലും നേടാനോ? അല്ല സുഹൃത്തുക്കളെ, തൻ്റെ വിദേശ അവാർഡ് കളക്ഷനിലേക്ക് പുതിയൊരു തകിട് കൂടി സംഘടിപ്പിക്കാൻ. എന്താണ് ഈ സന്ദർശനത്തിന് പിന്നിലെ യഥാർത്ഥ വിരോധാഭാസം? ഇന്ത്യയിലെ പാവങ്ങളുടെ പണം എങ്ങനെയാണ് വിദേശത്ത് മോദി ദൂർത്തടിക്കുന്നത്? ഇതിന്റെ പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. മുഴുവൻ വിവരങ്ങളും വ്യക്തമായ തെളിവുകളോടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. അതുപോലെ ഇത്തരം കൃത്യമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മോദി വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ സെയ്ഷൽസ് ഭരണകൂടത്തിന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ സ്വന്തം പ്രതിച്ഛായയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഈ മനുഷ്യന് ഏതെങ്കിലും ഒരു അവാർഡ് കൊടുക്കാതെ വിട്ടാൽ ശരിയാകില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് അവർ ഒറ്റ ദിവസം കൊണ്ട് പുതിയൊരു പുരസ്കാരം തന്നെ അങ്ങ് സൃഷ്ടിച്ചു. ഇതിനു മുമ്പ് ഭൂലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു പ്രത്യേക അവാർഡ്, ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. മോദിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം തട്ടിക്കൂട്ടിയ ഈ അവാർഡ് എത്രത്തോളം നാണം കെട്ടതാണെന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഈ അവാർഡ് രൂപീകരിച്ചത് ജൂൺ 24-നാണ്. സെയ്ഷൽസിന്റെ ചരിത്രത്തിൽ ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെയും ഒരേ ഒരുമായ വ്യക്തി നമ്മുടെ നരേന്ദ്രമോദി മാത്രമാണ്. അതായത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മാത്രം അടിയന്തരമായി പാസാക്കിയെടുത്ത ഒരു പുരസ്കാരമാണിത്. അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ്, മോദിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഇസ്രയേൽ ഇതിനു മുമ്പ് ഒരിക്കലുമില്ലാത്ത ഒരു അവാർഡ് തട്ടിക്കൂട്ടി മോദി അവിടെ ചെന്നപ്പോൾ കൊടുത്തത്. എന്നാൽ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അബദ്ധം സ്വാഭാവികമാണല്ലോ. ആ അവാർഡിന്റെ ഔദ്യോഗിക സർട്ടിഫിക്കറ്റിലെ സീലിൽ സ്വന്തം രാജ്യത്തിന്റെ പേര് പോലും അവർ തെറ്റിച്ചാണ് അടിച്ചിരിക്കുന്നത്. സെയ്ഷൽസ് എന്നും റിപ്പബ്ലിക് എന്നും എഴുതിയതിൽ ഗുരുതരമായ അക്ഷരത്തെറ്റുകൾ വരുത്തിവെച്ചു. സ്വന്തം രാജ്യത്തിന്റെ പേര് പോലും ശരിക്ക് എഴുതാൻ അറിയാത്തവന്മാരുടെ കയ്യിൽ നിന്നാണ് മോദി ഈ അവാർഡും വാങ്ങി വിശ്വഗുരു ചമഞ്ഞ് നിൽക്കുന്നത്. എന്ത് കഷ്ടമാണിത്! 3 അക്ഷരത്തെറ്റുകളാണ് ഈ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളൂ. സ്വന്തം രാജ്യത്തിന്റെ പേര് പോലും തെറ്റായി സീലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ChatGPT ഉപയോഗിച്ച് പൊടുന്നനെ തട്ടിക്കൂട്ടിയതാണ് ഇത് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ ഇത് ഉണ്ടാക്കിയത് അവിടുത്തെ ഇന്ത്യൻ എംബസി ആണ് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ ആവില്ല. 1,35,000 മാത്രം മൊത്തം ജനസംഖ്യയുള്ള ഇവിടെ 13,000 ഇന്ത്യൻ വംശജർ ഉണ്ട്. അതായത് ജനസംഖ്യയുടെ 10%. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള ഒരു താരതമ്യം നോക്കാം. ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾക്ക് 2 നേരം ആഹാരം കഴിക്കാൻ പോലും ആകാതെ പട്ടിണി കിടക്കുമ്പോൾ സെയ്ഷൽസിലെ സാമ്പത്തിക വിവരങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. സെയ്ഷൽസിന്റെ ഔദ്യോഗിക GDP ഡേറ്റ ഒന്ന് എടുത്തു നോക്കൂ. അവിടുത്തെ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ GDP പെർ ക്യാപിറ്റ $20,000 ആണ്. ഇന്ത്യയുടേത് വെറും $2,800 മാത്രമാണ് എന്ന് ഓർക്കണം. അതായത് പട്ടിണി പാവങ്ങളായ ഇന്ത്യക്കാരെക്കാൾ 6 മടങ്ങിലധികം പണക്കാരാണ് അവിടുത്തെ ജനങ്ങൾ. അവിടുത്തെ മൊത്തം GDP നിരക്ക് $2 ബില്യൺ മുകളിലാണ്. ചെറിയ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ വലിയൊരു തുകയാണ്. എന്നിട്ടാണ് നമ്മുടെ ദരിദ്ര ഇന്ത്യ അവിടുത്തെ പണക്കാർക്ക് 500 മെട്രിക് ടൺ അരിയും 8,500 മെട്രിക് ടൺ സിമെന്റും സൗജന്യമായി ദാനം നൽകുന്നത്. ഇതിലും വലിയൊരു കോമഡി വേറെയുണ്ടോ? സ്വന്തം നാട്ടിലെ റേഷൻ കടകളിൽ പുഴുക്കലരി പോലും കിട്ടാതെ ജനങ്ങൾ വലയുമ്പോഴാണ് മോദി 6 മടങ്ങ് സമ്പന്നരായ വിദേശികൾക്ക് അരിയും സിമെന്റും വെച്ച് നീട്ടുന്നത്. പോരാത്തതിന് $175 മില്യൺ, അതായത് 1,651 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും.
നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ നികുതിപ്പണം എടുത്ത് വിദേശത്ത് ദൂർത്തടിക്കുകയാണ്. ഇത്രയും വലിയൊരു തുക സൗജന്യമായി കിട്ടിയപ്പോൾ സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി വേദിയിൽ വന്ന് മോദിക്ക് വാനോളം നന്ദി പറയാൻ മടിച്ചില്ല. ഇന്ത്യ നൽകിയ $175 മില്യൺ പ്രത്യേക സാമ്പത്തിക പാക്കേജിനും അതിൽ ഉൾപ്പെടുന്ന $125 മില്യൺ സാമ്പത്തിക സഹായത്തിനും $50 മില്യൺ ഗ്രാന്റിനും അദ്ദേഹം പരസ്യമായി നന്ദി രേഖപ്പെടുത്തി. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. I was especially pleased to pursue discussions on the announcement of the special economic package of $175 million from the government of India, comprising of $125 million in a rupee-denominated line of credit and $50 million in grant assistance. This package will support critical projects in social housing, e-mobility, vocational training, health, defense and maritime security. രണ്ടു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത 100 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യം സമ്പന്ന രാജ്യമായ സെയ്ഷൽസിന് $175 മില്യൺ സാമ്പത്തിക സഹായം നൽകുമ്പോൾ അവർ എന്തിനു മടിക്കണം അല്ലേ? അവിടെയും തീർന്നില്ല. സെയ്ഷൽസിലെ പൊതുജനാരോഗ്യത്തിനു വേണ്ടി മോദി ആംബുലൻസുകൾ സമ്മാനമായി നൽകി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? കണ്ടില്ലേ സുഹൃത്തുക്കളെ, സ്വന്തം രാജ്യത്ത് ഒരു ആംബുലൻസ് പോലുമില്ലാതെ രോഗികളെയും മൃതദേഹങ്ങളെയും ചുമലിലേറ്റി കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരുന്ന പാവം ജനങ്ങളുടെ ദയനീയ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടുത്തെ സാധാരണക്കാരന് ചികിത്സയോ ആംബുലൻസോ നൽകാൻ കാശില്ലാത്ത മോദിയാണ് വിദേശത്ത് പോയി ആംബുലൻസുകൾ ദാനം ചെയ്യുന്നത്. ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ തമാശ മറ്റൊന്നാണ്. സെയ്ഷൽസിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം. That the direction of political travel our country has recently embarked upon is one which puts our very democracy at risk. My hope, and the hope of all my caucus, is that democracy being resilient, as your own political journey has demonstrated, your presence amongst us during Your Excellency's state visit will encourage our political leaders to look to India as an example of unity in diversity. അവിടെ ജനാധിപത്യം തകർക്കപ്പെട്ടുവെന്നും അത് പുനഃസ്ഥാപിക്കാൻ മോദി സഹായിക്കണമെന്നുമാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണിത്! ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും CBIയെയും EDയെയും ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഒരു വ്യക്തിയോടാണ് മറ്റൊരു രാജ്യം ജനാധിപത്യം രക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത്. സ്വന്തം രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കാനും മാധ്യമങ്ങളെ വിലക്കെടുക്കാനും നോക്കുന്ന മോദി വിദേശത്ത് പോയി ജനാധിപത്യത്തിന്റെ കാവലാളായി അഭിനയിക്കുന്നു. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ജനങ്ങൾ ദാരിദ്ര്യത്തിലും വിലക്കയറ്റത്തിലും വലയുമ്പോൾ മോദിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അദ്ദേഹത്തിന് ഇടയ്ക്കിടെ ഇത്തരം വിദേശ സുഖവാസ യാത്രകൾ നടത്തണം. എവിടെയെങ്കിലും പോയി ചില ഇല്ലാത്ത അവാർഡുകൾ വാങ്ങിക്കൂട്ടി വിശുകുരു ചമയണം. ഈ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പോലെയുള്ള നാണംകെട്ട അവാർഡുകൾ ഒപ്പിക്കാൻ കോടിക്കണക്കിന് രൂപയുടെ ജനങ്ങളുടെ പണമാണ് പാഴാക്കുന്നത്. ഈ നാണംകെട്ട വിദേശ ടൂറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.